മലയാളം ഡിസ്ട്രിക്റ്റ് കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ TJ സാമുവൽ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ സൂം മീറ്റിങ്ങിൽ, അദ്ദേഹം മാത്രമല്ല ഞങ്ങൾ കമ്മിറ്റിയിലുള്ളവരും മറ്റ് പല ആളുകളും ചേർന്നൊരു മീറ്റിംഗ് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഇടത്ത് വശത്ത് സ്നേഹ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കായംകുളം ചർച്ചിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവളത് കാണിച്ചു തരുന്നു. ഞാനും അതിൽ പങ്കാളിയായിരുന്നു. TJ സാമുവൽ സാറാണ് എനിക്കറിയാം ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗമൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് CA ക്യാമ്പിന് വരിക എന്ന് പറയുന്നൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. റീസൺ എന്താണെന്നറിയാമോ? എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആരെങ്കിലും കുഞ്ഞെ അതല്ല വഴി, ഇതാണ് നല്ല വഴി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിരുന്നുവെങ്കിൽ പല കോപ്രാട്ടികൾ കാണിക്കില്ലായിരുന്നു. പാപമാണെന്നത് അറിഞ്ഞുകൂടായിരുന്നു. അതിനകത്തൊരു സുഖമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് പങ്കിടുക എന്ന് പറയുന്നത് ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ കീനോട്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മുഖപ്രസംഗമെന്നോ പ്രധാനപ്പെട്ട ആധാരമായിട്ടുള്ള പ്രസംഗം, ഈ ക്യാമ്പിന് മുഴുവൻ ഒരു തീം എടുത്തിട്ടുണ്ട്. ബി ഈ ഹോളി. ചുമ്മാ ഹോളിയാകുകയല്ല, ആസ് ഐ ആം ഹോളി. സ്റ്റാൻഡേർഡ് അതാ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധര് ആകുക. അപ്പോൾ ഈ തുടർന്ന് വരുന്ന പല പരിപാടികളുടെയും പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട ഈ സന്ദേശം തിരുവെഴുത്തിൻ്റെ ആധാരമായിരിക്കും ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. സമയം പരിമിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും പ്രധാനപ്പെട്ട ചിന്തകൾ പങ്കിടാതിരിക്കാൻ കഴിയുകയില്ല. ആധാരമായിട്ട് 2 വേദഭാഗങ്ങൾ വായിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. അതെ, അവരോട് തുല്യരാകരുത്. ബാക്കി എടുക്കുന്നില്ല ഞാൻ. അവരോട് തുല്യരാകരുത്. ഇംഗ്ലീഷിൽ യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. അവരെ പോലെ നിങ്ങൾ ആകരുത്. 5:13-14 എന്തായിത്തീരണം? ഇരുട്ട് നിറഞ്ഞ ലോകമാ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അല്ല, 13-ാമത്തെ വാക്യം കൂടെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ചീഞ്ഞഴുകുന്ന ലോകത്തിൽ യു ആർ ദ സോൾട്ട്. ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ യു ആർ ദ ലൈറ്റ്. നിങ്ങൾ അവരെ പോലെ നിങ്ങൾ ആകരുത്. യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. അവർക്ക് തുല്യരാകരുത്. അർത്ഥം യു ഷാൽ ബി ഡിഫറൻറ്റ് ഫ്രം ദം. അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. അവരിൽ നിന്ന് നിങ്ങൾ ഹഗിയോസ്, നിങ്ങൾ ഹോളി ആയിരിക്കണം. നമ്മളിന്ന് ജീവിക്കുന്നത് പോസ്റ്റ് മോഡേൺ കൾച്ചറിലാണ്. ആധുനിക സംസ്കാരമല്ല. മലയാളത്തിൽ പറയുന്നത് ഉത്തരാധുനിക സംസ്കാരം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെ, ന്യൂ ജനറേഷൻ കൾച്ചർ, ന്യൂ ജനറേഷൻ ചർച്ച്. ഞങ്ങളൊക്കെ ഒരു പുതിയ തലമുറയാണ്, ഒരു പുതിയ സംസ്കാരമാണ്. ഈ സംസ്കാരത്തിൻ്റെ ഫീച്ചറുകളുണ്ട്, പ്രത്യേകതകളുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് സന്ദേശത്തിനകത്തേക്ക് മടങ്ങി വരാം. ഇന്ന് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിസ്ഫോടനകരമായ മാറ്റങ്ങളും വളർച്ചയും വികാസവും ഉണ്ടായൊരു ലോകമാണ് ഇൻഫർമേഷൻ ടെക്നോളജി. ബിനീഷ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ളൊരു മലയാളം എന്തുവാ? വിവര സാങ്കേതിക വിദ്യ. ഇത് നമ്മൾ മൊബൈല് ഇതിൻ്റെ ഭാഗമാണ്. ചൊവ്വയിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഭാഗമാണ്. ഇന്നലെയോ മെനഞ്ഞാന്നോ ഇസ്രായേല് അങ്ങ് ലെബനോനിൽ എത്രയോ പേജറുകൾ എന്ന് പറഞ്ഞാൽ പോലീസുകാരൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അവർ ഈ DYSPയോടൊക്കെ സംസാരിക്കുക. 100 ആയിരക്കണക്കിന് പേജറുകൾ ഇസ്രായേൽ ചെയ്തു എന്ന അതിൻ്റെ സോഫ്റ്റ്വെയറിൽ കയറി ഈ പേജറുകളെല്ലാം ചൂടാക്കി ഇതെല്ലാം പൊട്ടിത്തെറിച്ചു. വായിച്ചോ കേട്ടോ? എത്രയോ പേര് മരിച്ചു. ആയിരക്കണക്കിന് ആളുകളെ അത് ബാധിച്ചു. പല ആളുകൾക്കും കണ്ണുകൾ നഷ്ടപ്പെട്ടു. വിസ്ഫോടനാത്മകമായ പലതും, നന്മയും തിന്മയും
നിറഞ്ഞതുകൊണ്ട് ഇന്ന് ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ ഇന്നത്തെ ലോകത്തിന് ലൂസ് മൊറാലിറ്റി, അഴിഞ്ഞ ഒരു ധാർമ്മികത. എനിക്കും അവക്കും തമ്മിൽ എഗ്രി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്നാ പ്രശ്നം, എന്നാ പാപം, നിങ്ങളുടെ ഒരു സഭക്കാര്. ലൂസ് മൊറാലിറ്റി, ഇഷ്ടമുള്ളതുപോലെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു ലോകം. നോ സ്റ്റാൻഡേർഡ്സ്, നിലവാരങ്ങളില്ല, മാനദണ്ഡമില്ല. ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സംസ്കാരം. ഹോമോസെക്ഷുവാലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു, പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നു. കേട്ട് കാണത്തില്ലായിരിക്കും, ക്യാമ്പിലൊക്കെ വന്നത് കൊള്ളാം, വേണ്ടാത്ത കുഴപ്പത്തിനകത്ത് അങ്ങനെ ചാടണ്ട, അടുപ്പം കൂടിയിട്ട്. ക്യാമ്പുകളിൽ ചിലയിടത്തൊക്കെ അപകടങ്ങളൊക്കെ പറ്റാറുണ്ട്. ഇത് സെമിനാരികളിൽ പറ്റാറുണ്ട്, പട്ടാള ക്യാമ്പുകളിൽ പറ്റാറുണ്ട്, പലയിടങ്ങളിലും പറ്റാറുണ്ട്. എന്താണെന്നറിയാമോ? അതെ, നല്ല രീതിയിൽ ഒരു ആൺകുട്ടിയോടൊന്ന് വർത്താനം പറഞ്ഞ് പെൺകുട്ടിയോട് വർത്താനം പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇതൊരു ശരിയല്ലാത്ത വഴികളിലേക്ക് കല്യാണം കഴിച്ചു വരെ ജീവിക്കുന്ന ഒരു സംസ്കാരം പാശ്ചാത്യ രാജ്യങ്ങളിൽ. അതെ, കോഹാബിറ്റ്, ചെക്കനും പെണ്ണും ഒരുമിച്ചങ്ങ് താമസിക്കുക. ചെന്നൈയിൽ പോയി, പൂനെയിൽ പോയി, പഠിക്കാൻ പോയി, ഒരുമിച്ചങ്ങ് താമസിക്കുക. എനിക്കറിയാവുന്ന എത്ര കേസസ് ഉണ്ടെന്നറിയാമോ? അത് ആൺകുട്ടികളും പെൺകുട്ടികളും കല്യാണവും വേണ്ട, പട്ടക്കാരും വേണ്ട, പള്ളിയും വേണ്ട, പാസ്റ്ററും വേണ്ട, ആരും വേണ്ട, ഒരുമിച്ചങ്ങ് താമസിക്കുകയാണ്. ഒരു പുത്തൻ സംസ്കാരമാണത്, ഇന്നത്തെ ആധുനിക സംസ്കാരമാണ്. അഡിക്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മലയാളത്തിൽ ആസക്തികൾ. കഴിഞ്ഞ വർഷം ഞാൻ CAK ക്യാമ്പിന് സംസാരിച്ച് ഓർമ്മയുണ്ടായിരിക്കും. മൊബൈൽ അഡിക്ഷൻ നമ്മൾ പല ആളുകളുടെ ഒരു രോഗമാണ്. അതെ, ഇന്ന് രാവിലെ എത്ര പ്രാവശ്യം ഈ മൊബൈലിനകത്തേക്ക് നോക്കി, എത്ര പ്രാവശ്യം വാട്സപ്പ് നോക്കി, എത്ര പ്രാവശ്യം ഫേസ്ബുക്ക് നോക്കി, കിടക്കാൻ നേരത്തെ പിന്നെ മെസ്സേജ് നോക്കി. നേരം വെളുത്ത് ആദ്യം ചെയ്യുന്ന പ്രാർത്ഥനയല്ല, ബൈബിളും വായനയല്ല, ഇതിനകത്ത് വല്ല ഉണ്ടോ? അഡിക്ഷൻ്റെ സൂചനകളാണ്. ഇന്ന് ഞാനത് പറയുന്നില്ല. മദ്യത്തിൻ്റെ ആസക്തി. നമ്മുടെ ഇടയിൽ പണ്ട് കുടിക്കുന്നവരാരും ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് മദ്യപിക്കുന്നവരിത് തുടങ്ങിയിട്ടുണ്ട്. ഡ്രഗ് അഡിക്ട്സ് ആരുമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഒരാൾ കൗൺസിലിങ്ങിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വന്നു. കല്യാണത്തിൻ്റെ 2-3 ദിവസം. എന്താണെന്നറിയാമോ? അവൻ ഡ്രഗ് അഡിക്റ്റാ. അവന് സംശയം, കല്യാണം കഴിച്ചാൽ കുടുംബജീവിതം ശരിയാകുമോ? നമ്മുടെ ഇടയിലും ഈ എയ്ഡ്സ് രോഗം ബാധിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാൽ അഡിക്ഷൻസ് ബാധിച്ചു തുടങ്ങി. അതെ, ചില ആളുകൾക്ക് പ്രേമത്തിൻ്റെ അഡിക്ഷനാ. അവളെ കണ്ടില്ല പിന്നെ ഉറക്കം വരില്ല, ടെക്സ്റ്റ് മെസ്സേജ് കിട്ടിയില്ല ഉറക്കം വരത്തില്ല, ഹാർട്ടിന് ഇടികൂടും. ഇതുപോലെയുണ്ട് ചില അഡിക്ഷൻസ് ചിലർക്ക്. പിന്നെ സെലിബ്രിറ്റി, ഇന്ത്യൻ ഐഡൽ, അമേരിക്കൻ ഐഡൽ, എന്താ ഐഡൽസാ. നമ്മളൊക്കെ ഇരുന്ന് നമ്മളിതെല്ലാം കണ്ടിട്ട്, നിങ്ങൾ ഇന്നത്തെ ഇത് നൃത്തമൊക്കെ ഞാൻ കണ്ടു, മറ്റേതും ഞാൻ കാണാറുണ്ട്. എന്താണെന്നറിയാം, ഇതിൻ്റെയൊക്കെ പുറകെ നടന്ന് അവർക്ക് വസ്ത്രമുണ്ടോ വസ്ത്രം ഇല്ലയോ നമ്മൾ സൂക്ഷിച്ച് നോക്കണം. മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ വസ്ത്രം ഉണ്ടോ എന്ന് അറിയത്തുള്ളൂ. ഇതും ആധുനിക ലോകത്തിൻ്റെ സംസ്കാരമാണ്. അഗ്രഷൻ, ആക്രമണ സ്വഭാവങ്ങൾ. എല്ലാ ദിവസവും നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നു. ഇസ്രായേലിന് 4 വശത്തുനിന്നൂടെയാണെന്ന് അറിയാം അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികൾ, ഹിസ്ബുള്ള, ഹമാസ്, ഇറാന്, അവരെന്നാലും പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് ആക്രമണ സ്വഭാവം. നമ്മൾ വെറുതെ യാത്ര ചെയ്തോ, എത്ര ഇടങ്ങളിലാണെന്നറിയാം ആക്രമണം കാണുന്നത്, എത്ര കൊലപാതകങ്ങളാണ്. കഴിഞ്ഞ ദിവസം 70 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയെ കൊന്നത് സുഭദ്ര വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? എല്ലാ ദിവസവും കൊച്ചു കേരളത്തിൽ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു കൊച്ചു കേരളമായിട്ടത് മാറിക്കൊണ്ടിരിക്കുക. മെറ്റീരിയലിസം, ഭൗതികത. പലരും പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? അല്ല, ഇപ്പോൾ ഒരു ആധുനികമായിട്ടുള്ള സഭയുടെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആധുനിക സഭയുടെ പ്രത്യേകത, 1 വെച്ച 2 കിട്ടും, 2 വെച്ച 4 വെച്ചാൽ 8 കിട്ടും. വെയ് രാജ വെയ്, മുച്ചീട്ട് കളിക്കാരുടെ പരിപാടിയാ. യേശുവിനെ അനുഗമിക്കൂ, കാറ് കിട്ടും, അമേരിക്ക പോകാം, അവിടെ പോകാം, ഇവിടെ പോകാം, ഇവിടെയൊക്കെ നിങ്ങൾ പൊയ്ക്കോ. പക്ഷേ പല ആളുകളൊന്ന് പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത് എന്തിനാണെന്നറിയാമോ? മെറ്റീരിയലിസമാ, ഭൗതികത അവരുടെ ദൈവമായി മാറിയിരിക്കുക. അതിനുവേണ്ടി എന്തുമെന്ന് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുക. ഞാൻ ആ ഭാഗം അങ്ങ് പരിമിതപ്പെടുത്താതെ നീണ്ട ലിസ്റ്റ് ഇനിയും പറയാൻ കഴിയും. ഞാൻ നോക്കുന്നതേ, ദിസ് ഈസ് കോൾഡ് ന്യൂ ജനറേഷൻ കൾച്ചർ.
ഉത്തരാധുനിക സംസ്കാരം എന്ന് നമുക്കിതിനെ വിളിക്കാൻ കഴിയും. ഈ കൂട്ടത്തിൽ ന്യൂ ജനറേഷൻ സഭകളും ഉണ്ട് എന്നും അറിഞ്ഞിരിക്കണം. നമ്മുടെ കുട്ടികൾ, പല ആളുകൾക്ക് ഇപ്പം ന്യൂ ജനറേഷൻ ഇപ്പോൾ ഒന്നും ഇഷ്ടം. പഴയ കാലത്തെ കയ്യടിയും കാലടിയും പിന്നെ എന്താ അവിടെയുള്ള തുള്ളലും ഇതൊന്നും ഇഷ്ടമല്ല. മറ്റെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡാൻസാണ്, ഭയങ്കര ഉന്തുണ്ട്. അതേ ഊതി തറയിലിടുന്നു, ആളുകൾ ബോധം കെട്ടി വിടുന്നു, എന്തെല്ലാം പരിപാടിയുള്ള ന്യൂ ജനറേഷൻ കൾച്ചറിനകത്തേക്ക് ആളുകൾ ഒന്ന് പോവുകയാണ്. പണ്ടൊക്കെയാണ് നമ്മൾ പറയുമായിരുന്നു കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും. ബാക്കി നിങ്ങൾ പറ. കഷ്ടത സഹിഷ്ണുതയും സിദ്ധത. നമ്മൾ വിചാരിച്ച കഷ്ടത എന്ന് പറഞ്ഞ പ്രത്യാശ, സ്വർഗത്തിൽ എത്തിക്കുമെന്ന, ശുദ്ധീകരിച്ച് അവിടെ എത്തിക്കുമെന്ന. ഇപ്പൊ പറയുന്നത് കഷ്ടത യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു എന്ന് പറയുന്നത് ആളുകൾക്ക് പറയുന്നത് നാണമായി. ക്രൂശിനെ കുറിച്ച് ലജ്ജിക്കുന്ന ക്രിസ്ത്യാനികളുടെ എന്ന് അറിയണം. പല ആളുകളും വിചാരിക്കുന്ന ക്രോസ് വാസ് എ ഫെയില്യൂർ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ ക്രോസ് ഈസ് ദ സക്സസ്. പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശക്തിക്ക് അപ്പുറത്ത് മറ്റൊരു ശക്തി ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു പുത്തൻ സഭയുടെ സംസ്കാരം കൂടെ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ വിലപ്പെട്ടതാണെന്ന് വിശ്വസിച്ചിരുന്ന പലതും, വിലപ്പെട്ടതെന്ന് നമ്മൾ പ്രചരിപ്പിച്ചിരുന്ന പലതും, അഭിമാനം തോന്നിയിരുന്ന പലതും ഇന്ന് അതിൻ്റെ വേരുകൾ അറുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. അതിനെ ആധുനിക സംസ്കാരം ഇറ്റ് ഈസ് സ്വാളോയിങ് അപ്പ്. ആധുനിക സംസ്കാരം വന്നിട്ട് നമ്മളെയൊക്കെ വിഴുങ്ങുകയാണ്. നമ്മളെ സ്വാധീനിക്കില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. എൻ്റെയും നിങ്ങളുടെയും അടുത്ത് നമ്മൾ ഇടപെടുന്ന സ്കൂളില്, കോളേജില്, രാജ്യത്തിൽ എന്ത് സംഭവിക്കുന്നോ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ അത് സ്വാധീനിക്കുന്നുണ്ട്. നമ്മളത് അറിയാതെ നമ്മളത് കോപ്പി ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഉത്തരാധുനിക സംസ്കാരം നന്മയായത്, വിശുദ്ധമായതിനെതിരെ ഒരു വലിയ യുദ്ധം, there is a declaration of a battle. ഞാൻ നോക്കണമെന്ന ഒരു വലിയ യുദ്ധം ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. എന്ത് യുദ്ധമാണത്? അതിനകത്ത് നന്മയോടുള്ളൊരു യുദ്ധമാണ്. തിരുവെഴുത്ത് പറയുന്ന ഈ ലോകത്തോട് അനുരൂപര് ആകരുത്. അത് തിരുവെഴുത്തിൻ്റെ പ്രമേയമാണ്, അജണ്ടയാണ്, നമ്മുടെ പദ്ധതി അതാ, മനുഷ്യനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോവുക. ലോകത്തിൻ്റെ പ്രമേയം എന്താണെന്ന് അറിയാമോ? ലോകത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ പ്രഷർ ചെയ്ത്, സമ്മർദ്ദം ചെയ്ത്, അളിയായി എല്ലാവരും കുടിക്കും. എന്നാടാ ഇച്ചിരി കുടിച്ചു കഴിഞ്ഞാൽ, ആണല്ലടാ കുടിക്കുന്നത്, ഒരു സിഗരറ്റ് വലിക്കാത്തവൻ കഴുതിയാടാ. എനിക്ക് ഓർമ്മയുണ്ട്, രാജൻ എബ്രഹാം എന്ന് പറഞ്ഞ ഏജിലൊരു പ്രധാനപ്പെട്ട ഒരു പാസ്റ്ററാണ് അദ്ദേഹം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ റോയി, അവൻ PhD ഒക്കെ കഴിഞ്ഞതാണ് ഫാർമസിക്കകത്ത്. അവൻ എൻ്റെ ഒരു സംരക്ഷണത്തിൽ, എൻ്റെ ഒരു മെൻറ്റർഷിപ്പിൽ അവൻ ബാംഗ്ലൂരുള്ള ഞാൻ പഠിച്ച കോളേജിൽ ഹോസ്റ്റലിൽ താമസിച്ചു. എന്നോട് ഭയങ്കര അടുപ്പമാണ്. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ, വെളുത്ത കുട്ടി, അവന് ഒരു ദിവസം വന്നപ്പോൾ അവൻ്റെ മുഖം എല്ലാം കൂടെ ചുവന്ന് തുടുത്തിരിക്കുന്നു. ഞാൻ പറ്റി എന്നാ പറ്റി മക്കളെ? അവൻ്റെ മുഖത്തിന് എന്തൊരു സങ്കടമുണ്ട്, ഒരു ഒറ്റ കരച്ചില. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അവനവിടുത്തെ ഒരു കോളേജിൽ പഠിക്കുക, ഫാർമസിക്ക്. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അങ്കിളെ അവരെല്ലാവരും കൂടെ എന്നെ റാഗ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ എന്നോട് പറഞ്ഞത് അവരെന്നെ കുടിക്കാനായിട്ട്, മദ്യപിക്കാനായിട്ട് നിർബന്ധിച്ചു. ഞാൻ നോ പറഞ്ഞു. അവസാനം എന്നോട് അവൻ പറയുകയാണ്, അങ്കിളെ ഒരു കുപ്പി അവന്മാർ പൊട്ടിച്ച് തുറന്നിട്ട് എൻ്റെ വായിക്കകത്തിട്ട് കുത്തിയിറക്കി എന്നെ നിർബന്ധിച്ച് കുടിക്കാൻ. ഞാൻ ചോദിച്ചു ഒരു തുള്ളിയെങ്കിലും കുടിച്ച മോനെ? ഇല്ല അങ്കിളേ. ഞാൻ പറഞ്ഞടാ കൺഗ്രാറ്റുലേഷൻസ്, നീ ആ സത്യവിശ്വാസി. ബാക്കിയുള്ളവരൊക്കെ പറയുന്നതിനെല്ലാം കൂടെ കയറി യെസ് പറയുന്നവനല്ല, നോ പറയാൻ നമ്മൾ പല ആളുകളും പഠിച്ചിട്ടില്ല. നോ പറയാൻ പഠിച്ചിട്ടില്ല, യെസ് പറയാനേ പഠിച്ചിട്ടുള്ളൂ. ആധുനിക സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. ആധുനിക സംസ്കാരം നമ്മുടെ അടുക്കലേക്ക് വന്നപ്പോൾ വാട്ട് ഡിഡ് വി ഡു? നമ്മൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? കോംപ്രമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഓന്തിൻ്റെ നിറവാ. ഓന്തിൻ്റെ പ്രത്യേകത എന്നാ? എവിടെ ഇരിക്കുന്നോ അതിൻ്റെ നിറവാ. ഒക്ടോപ്പസിൻ്റെ പ്രത്യേകതയാണ്, ഒക്ടോപ്പസ് എവിടെയാണോ ഇരിക്കുന്നത് അത് അതിൻ്റെ നിറം സ്വീകരിക്കും. നമ്മൾ വിശ്വാസിയുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതിന് അവരുടെ നിറം സ്വീകരിക്കും. അവിടെ വരുന്നതിന് ഏറ്റവും മുമ്പിൽ ഒന്ന് പാട്ട് പാടും, ഭയങ്കര അന്യഭാഷയായിരിക്കും. മറ്റിടത്ത് എന്ന് എഴുതുന്ന ഈഗില വിളിക്കാനും ആദ്യം അതായിരിക്കും. വേണ്ടാത്ത പണി കാണിക്കാനും ആദ്യം അവരായിരിക്കും. നാണക്കേടല്ല ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് ഈ ഭക്തി ഉണ്ടെന്നൊക്കെ പറയുന്ന പല ആളുകളും കോംപ്രമൈസ് ചെയ്യാനായിട്ട് തയ്യാറാക്കും. വേറെ ചില ആളുകൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ജനായത്ത
ഭരണം. ജനായത്ത ഭരണത്തിൻ്റെ പ്രത്യേകത എന്താ? ഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നോ അത് ചെയ്യുക. എല്ലാവരും വലത്തോട്ട് മുണ്ടെടുക്കുന്നു. എന്താ MD സൈമൺ പാസ്റ്റർ ഇടത്തോട്ട് കൊടുക്കാത്ത? ഡെമോക്രസിയാ. എല്ലാവരും വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഇടത്ത് കയ്യന്മാരാരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എടാ വലത്തെ കൈ കൊണ്ട് കഴിക്കാൻ പറയും, അല്ലേ? ഡെമോക്രസിയാ. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. എല്ലാവരും സെക്സിൻ്റെ പുറകെ പോന്നു, ഞാനും സെക്സിൻ്റെ പുറകെ പോന്നു. എല്ലാവരും പോർണോഗ്രഫി കാണുന്നു, ഞാനും പോർണോഗ്രഫി കാണുന്നു. എല്ലാവരും ചപ്പും ചവറും കഴിക്കുന്നു, ഞാനും ചപ്പും ചവറും കഴിക്കുന്നു. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. മറക്കണ്ട, അന്ന് ദാനിയേലും 3 ബാലകന്മാർ പറയും തങ്ങളെ തന്നെ അശുദ്ധരാക്കയില്ലെന്ന് അവർ ഹൃദയത്തിൽ അവർ തീരുമാനിച്ചിരുന്നു. അശുദ്ധരാകത്തില്ലെന്ന് അവർക്കറിയാം. അവർ സേവിക്കുന്ന ദൈവത്തിൻ്റെ പേരെന്താണെന്നറിയാം? വിശുദ്ധനാണെന്ന് അവർക്കറിയാം. നമ്മൾ പല ആളുകളും ഡെമോക്രാറ്റിക്കായിട്ടുള്ള വഴികളിലേക്കാണ് പോകുന്നത്. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. ഇതിന് ഞാൻ പറഞ്ഞു ഈ കൾച്ചറിൻ്റെ പ്രത്യേകത എന്താണ്? പ്ലഷർ സെൻറ്റേർഡാ. പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താ? ആനന്ദമടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കൾച്ചറാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു വലിയ മനഃശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ആദ്യത്തെ അവനെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്. നമ്മുടെ വാഹനം മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി പെട്രോൾ ഒഴിക്കുന്ന പോലെ നമ്മുടെ അകത്ത് ഇഡാണുള്ളത്. ഇഡെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇറ്റെന്ന് മാത്രമേ ഉള്ളൂ. ജന്മനാ ഉള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നുന്നു? മൃഗങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്തു പോകുന്നതിനെ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ശുനകന്മാരൊത്തിരി, പട്ടി എന്നൊക്കെ പറയുന്ന മോശമല്ലേ, ശുനകന്മാരുടെ എണ്ണം അങ്ങ് കൂടിയിട്ടുണ്ടല്ലോ. എന്തൊരു പ്രേമമായി പട്ടികളൊക്കെ തമ്മിലല്ലേ. നമ്മുടെ വണ്ടിയും കൊണ്ട് പോകുന്നവന്മാർക്ക് വല്ല നോട്ടമുണ്ടോ റോഡ് ക്രോസ് ചെയ്യുന്നതിന്? എന്നാലും നമ്മളെക്കാളൊക്കെ ചിലപ്പോൾ അവരുടെ ട്രാഫിക്കൊക്കെ ഇച്ചിരി സൂക്ഷിച്ചാ ക്രോസ് ചെയ്യുന്നല്ലേ. എന്ത് പറ്റിയെന്നറിയാമോ? അവരെ നയിക്കുന്ന എന്താ? അവരുടെ ശരീരത്തിൻ്റെ മനസ്സിനകത്തുനിന്ന് വരുന്ന തൃഷ്ണകളാണ്. അത് അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സസ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ജഡത്തിനും ശരീരം, മനസ്സിനും സങ്കല്പം. ജഡത്തിനും മനസ്സിനും മനോവികാരത്തിനും ഇഷ്ടമായുള്ളത് പ്രവർത്തിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ആരാ? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നോ, ജഡത്തെ അനുസരിച്ച് നടക്കുന്നോ? ജഡത്തിയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ മോഡേൺ കൾച്ചറിൻ്റെ ഭാഗമാണ്. സോ ഈറ്റ്സ് അവേ ദാറ്റ് വിച്ച് ഈസ് ഗുഡ്. നന്മയായതിനെ ഇതെല്ലാം വിഴുങ്ങുകയാണ്. ഇങ്ങനെ ഒരു സംസ്കാരത്തെ കണ്ടിട്ടാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വളരെ വേഗത്തിൽ പറയട്ടെ, യേശു നമ്മളെ ക്ഷണിക്കുന്നു. യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. നിങ്ങൾ അവരെ പോലെ ആകരുത്. ചേർന്ന് പറയാമോ? യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. യേശു പറഞ്ഞ വാക്കുകൾ എല്ലാവരും കൂടെ ആവർത്തിച്ചാട്ടെ. യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ അല്ലേ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, ഇച്ചിരി സ്ട്രോങ് ആയിട്ടൊന്ന് പറഞ്ഞേ. യേശു പറഞ്ഞ വചനങ്ങളാ ആവർത്തിക്കുന്നതിനെ ഇച്ചിരി സൂക്ഷിച്ച് ശക്തി. യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. ഒന്നുകൂടെ പറഞ്ഞേ, യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. അടുത്തിരിക്കുന്ന ആളിനോട് മുഖത്തോട്ട് നോക്കി പറഞ്ഞേ, യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. ഞാൻ പ്രവാചകനല്ല, പക്ഷെ പരിശുദ്ധാത്മാ നിങ്ങളോട് സംസാരിക്കുന്ന രീതിയായത്. മോളെ, യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. നിന്റെ മറ്റു കൂട്ടുകാരെ പോലെ, നിന്റെ ഫ്രണ്ട്സിനെ പോലെ, നിന്നെ അതെ വഴിവിട്ടു പോകുന്നവർ, യു ഷാൽ നോട്ട് ബി ലൈക്ക് ദം. നേരെ തിരിച്ചിടാ സ്റ്റേറ്റ്മെൻറ്റ്. അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. യു ഷാൽ ബി ഡിഫറൻറ്റ് ഫ്രം ദം. പറയാമോ? യു ഷാൽ ബി ഡിഫറൻറ്റ് ഫ്രം ദം. പറയാമോ? നിങ്ങൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. ഒന്നുകൂടെ മുഖത്തോട്ട് നോക്കി പറഞ്ഞാട്ടെ, യു ഷാൽ ബി ഡിഫറൻറ്റ് ഫ്രം ദം. യു ഷാൽ ബി ഡിഫറൻറ്റ് ഫ്രം ദം. യേശു കർത്താവ് ഒരു പക്ഷേ ഈ വാക്കുകളൊക്കെ ഉദ്ധരിച്ചത് നിങ്ങൾ പിന്നീട് വേണമെങ്കിൽ വായിച്ചു നോക്കണം. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്ന്. അതെല്ലാം വിവരിച്ച് പോകാനായിട്ടുള്ളൊരു സമയം എൻ്റെ മുൻപിൽ ഇല്ലല്ലോ, എങ്കിലും അവിടെ പറയുന്നത് ഞാൻ പറയാം. അവിടെ പറയുക, ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് ദൈവം കൊണ്ടുപോകുന്ന വഴിക്ക് പ്രമാണമൊക്കെ കൊടുത്തിട്ട് പറയുക. 18:3 അവിടെ പറയുന്നു, നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെന്നാണ് പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത്. മിസ്രയീമിലെ വിഗ്രഹാരാധനയുണ്ടല്ലോ, മിസ്രയീമിലെ ക്രൂരതയുണ്ടല്ലോ, മിസ്രയീമിലെ ഇമ്മൊറാലിറ്റി ഉണ്ടല്ലോ. കർത്താവിനറിയാം അവരുടെ തലയ്ക്കകത്ത് പതിഞ്ഞിട്ടുണ്ടെന്ന്. ഇതിനകത്ത് റൈറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ എന്ന് കേട്ടിട്ടുണ്ടോ? സോഫ്റ്റ്വെയറാ ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്. കർത്താവ് നന്നായിട്ട്, അതുകൊണ്ട് കർത്താവ് പറയുന്നത് അവരുടെ നടപ്പ് പോലെ നമ്മൾ നടക്കണോ? ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ കാണിക്കുന്നത് നമ്മൾ ചെയ്യണോ? വേണ്ട. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളെ
കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അവരുടെ മര്യാദ. ചേരത ഇന്ന നാട്ടിൽ ചെന്നാൽ പിന്നെ എന്താ കഴിക്കേണ്ടത്? നടുത്തുണ്ടം, ചിലടത്ത് പറയും തലത്തുണ്ടം. തിരുവിടത്തിന് അങ്ങനെ ഒരു തടുത്തുണ്ട ഇല്ല, അങ്ങനെ ഒരു തുണ്ട ഇല്ലെന്നറിയണം. അവരിൽ നിന്ന് ഡിഫറൻ്റ് ആയിരിക്കണമെന്നാണ് തിരുവെടുത്ത് പറയുന്നത്. അല്ല അവരെ പോലെ ആകണമെന്നല്ല, അവരുടെ മര്യാദകളെ നീ ആചരിക്കരുത്. 19:3 വരുമ്പോഴാണ് 2 വരുമ്പോഴാണ് പറയുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും. ഞാൻ ഡിഫറൻറ്റാ, സൃഷ്ടിയിൽ നിന്ന് ഞാൻ ഡിഫറൻറ്റാ, പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ ഡിഫറൻറ്റാ, മനുഷ്യരിൽ നിന്ന് ഞാൻ ഡിഫറൻറ്റാ, സ്വഭാവത്തിൽ ഞാൻ ഡിഫറൻറ്റാ. ഞാൻ സൃഷ്ടിതാവാ, ബാക്കിയുള്ളതൊക്കെ സൃഷ്ടിയാ. യു ഷുഡ് ബി ഡിഫറൻറ്റ് ഫ്രം ദം. അവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. ആരെപ്പോലെ? സ്റ്റാൻഡേർഡ് എന്താ? ഞാൻ പലപ്പോഴും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥന, എനിക്ക് പേടി തോന്നും കേട്ടോ. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും. ഞാൻ ചോദിക്കും, കർത്താവ് ഇതാർക്ക് കഴിയും? പിന്നെ ഞാൻ കരയും എല്ലാ ദിവസവും. ഇപ്പോഴും ഈ പ്രായത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നറിയാം, എന്നെ കഴുകി വെടിപ്പാക്കണേ. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പാപം ചെയ്ത് കഴിഞ്ഞിട്ട്. എന്നെ കഴുകി, സോപ്പിട്ട് കഴിയുമല്ലോ അതുപോലെ കഴുകണം, വെടിപ്പാക്കണമേ. ആ അർത്ഥമൊന്നുമല്ല. പഴയ കാലത്തെ കമ്പിളികൾ നിറച്ചഴുക്കായി കഴിയുന്നെ വെള്ളത്തിലിട്ടിട്ട് ചവിട്ടി 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 കഴിയുന്നത് പോലെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എന്നെ ചവിട്ടി കഴുകണേ. ഇതിനകത്ത് കറവല്ലം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധര് ആയിരിപ്പിൻ. കർത്താവ് അതിൻ്റെ അർത്ഥം നമ്മളോട് പറയുന്നത്, യു നീഡ് ടു ക്രിയേറ്റ് എ ഡിഫറെൻ്റ് കൾച്ചർ. നമ്മുടെ ഉത്തരാധുനിക സംസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളൊരു പുത്തൻ സംസ്കാരം സൃഷ്ടിക്കണമെന്നാ. ശരിയാണോ? ആണോ? ഞാനതിന് പറയുന്നത് എ കൗണ്ടർ കൾച്ചർ എന്നാണ് അതിന് വിളിക്കുന്നത്. കൗണ്ടർ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇതാണോ ചെയ്യുന്നത്, ഞാൻ അതിൽ നിന്ന് ഡിഫറൻറ്റ്. എല്ലാവരും കോപ്പി അടിക്കാണോ? വേണ്ട, ഞാൻ ചെയ്യില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മകൻ ജെറമി, അവൻ കൊടൈക്കനാൽ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ കുറേ കുട്ടികളുണ്ട്. ഫൈനൽ എക്സാമിനേഷനാ, ഓട്ടോണമസ് കോളേജാ. എല്ലാവരും പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് സാർ റിസൾട്ടുമായിട്ട് ക്ലാസ്സിൽ വന്നു. ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ്, എല്ലാവരും വീണ്ടും പരീക്ഷ എഴുതണം. 2 പേരൊഴിച്ച് അവൻ്റെ ഒരു ഫ്രണ്ട് തിരുവല്ലക്കാരനൊരു ക്രിസ്റ്റിയും ജെറമിയും. അദ്ദേഹം പറഞ്ഞു, എല്ലാവരും പരീക്ഷ വീണ്ടും എഴുതണം. എന്താണെന്ന് ചോദിച്ചു കുട്ടികൾ. എടാ നീ എല്ലാവരും കോപ്പി അടിച്ചെന്ന് പറഞ്ഞു. ജെറമിയും ക്രിസ്റ്റിയും. ജെറമി എഴുന്നേറ്റ് വന്നു. ജെറമി പറഞ്ഞു, ഐ എം സോറി സാർ, ഐ വിൽ നോട്ട് റൈറ്റ് ദി എക്സാം. ഞാൻ പരീക്ഷ എഴുതത്തില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, വൈ? ആദ്യം അദ്ദേഹത്തിന് തോന്നി ഇവൻ മത്സരിയാണെന്നാ, ശാഠ്യക്കാരനാണെന്നാ. അവൻ പറഞ്ഞു, നോ, ഞാൻ കോപ്പി അടിച്ചിട്ടില്ല. എനിക്ക് എത്ര മാർക്ക് കിട്ടിയാലും എനിക്കത് മതി. എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരാളുണ്ട്. കൊല്ലത്തൊരു CSI ചർച്ചിലൊരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകന്, ഞാനൊക്കെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്ന EU എന്ന് പറഞ്ഞൊരു ഫെലോഷിപ്പിൽ വന്നു. ഡിഗ്രി പാസ്സായ ആളാണ്. തിരുവനന്തപുരത്ത് അതൊക്കെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഡിഗ്രി ചെയ്തത്. സയൻസ് ഗ്രൂപ്പായിരുന്നു. ലാബിൽ ചെന്നിട്ട് കാശ് കൊടുത്ത് തൻ്റെ ലാബിലുള്ള എല്ലാ പണികളും അവിടെയുള്ള ഒരാളിനെ കൊണ്ട് ജയിച്ചു. ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പെട്ടാണ് അവൻ രക്ഷിക്കപ്പെട്ടത്. ക്യാൻ യു ബിലീവ്? അയാൾ എന്ത് ചെയ്തതെന്നറിയാമോ? കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാർ അടുക്കൽ പോയി അപേക്ഷ എഴുതി കൊടുത്തു. ഞാൻ ചതിവായിട്ട് ജയിച്ചു, എന്നെ തോൽപ്പിക്കണം, ഞാൻ വീണ്ടും എഴുതിക്കൊള്ളാം. അദ്ദേഹം എനിക്കറിയാം, ബാപ്റ്റിസം എടുത്ത് എനിക്കറിയാം, ഹൈസ്കൂളിലെ അധ്യാപകനാ. ഞാൻ ഈ പറയുന്നത് യു ഷാൽ ബി ഡിഫറൻറ്റ്. അല്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? വാട്ട് ഇസ് ദ യൂസ് ഓഫ് അവർ എക്സിസ്റ്റൻസ്? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണ്? അയ്യോ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പരിമിതപ്പെടുത്തിയല്ലേ ഒക്കുള്ളൂ. യേശു കർത്താവ് പറയുക, യു ഷാൽ ബി ഡിഫറൻറ്റ് ഫ്രം ദം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യോഹന്നാൻ 18:36 പീലാത്തോസും യേശുവും കൂടെ സംസാരിക്കുമ്പോൾ, നിന്നെ വിടുവിച്ചയക്കാൻ എനിക്ക് കഴിയും എന്ന് നിനക്ക് അറിയാമോ? യേശുവിൻ്റെ അതിനുള്ള മറുപടി, എൻ്റെ രാജ്യം. പറയാമോ ബാക്കി? എൻ്റെ രാജ്യം. ബൈബിൾ വായിക്കുന്നല്ലേ, നിങ്ങളൊക്കെ ബൈബിൾ വായിക്കുന്നവരാണെന്ന് എൻ്റെ വിശ്വാസം. എൻ്റെ രാജ്യം ഐഹികം അല്ല. ഇംഗ്ലീഷിൽ പരിഭാഷ വെക്കണോ? നല്ല ഭാഷയിൽ അത് പരിഭാഷ.
മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ് ഓർഡർ. ഈ ലോകത്തിൻ്റെ ക്രമപ്രകാരമുള്ളതല്ല എൻ്റെ രാജ്യം. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കും, ആയിരക്കണക്കിന് ദൂതന്മാർ ഇറങ്ങി വന്ന് ഇവിടെ വലിയ യുദ്ധം ചെയ്യും. എന്ത് കൾച്ചറാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്നറിയോ? എ കിങ്ഡം കൾച്ചർ. ദൈവരാജ്യത്തിൻ്റെ ഒരു സംസ്കാരമാണ് നമ്മുടെ ഇടയിൽ, നമ്മുടെ രാജ്യത്ത് വളർന്നു വരേണ്ടത്. യേശു കർത്താവ് പ്രസംഗിച്ചത് എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുക. യോഹന്നാൻ പ്രസംഗിച്ചത് എന്താ? ദൈവരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുക. പൗലോസ് ചെയ്തെന്താ? അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി പ്രസംഗിച്ചു. ഞാൻ നോക്കുന്നതിന് വാട്ട് ഈസ് ദിസ് കിങ്ഡം ഓഫ് ഗോഡ്, വാട്ട് ഈസ് ദിസ് കിങ്ഡം കൾച്ചർ? ദൈവരാജ്യത്തിന് സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അയ്യോ, പരിമിതപ്പെടുത്തല്ലേ ഒക്കിൾ, ഇനി വേറെ പരിപാടികളുണ്ടല്ലോ. ഞാൻ നോക്കി മത്തായി 5:3 മുതലുള്ള വാക്യങ്ങൾ, അവിടെയാണ് കിങ്ഡം കൾച്ചർ കാണുന്നത്. അതെ, അവിടെ പറയുകയാണ് ആത്മാവിൽ ദരിദ്രരായവർ. മത്തായി അങ്ങനെ എഴുതുന്നത്, ലൂക്കോസ് എഴുതുന്നത് ബ്ലസ്സഡ് ആർ ദ പൂവർ എന്ന. ദരിദ്ര ഭാഗ്യവന്മാര്. ആരെങ്കിലും പറയുമോ ഇതിന് പറയുന്ന കിങ്ഡം കൾച്ചർ എന്ന? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരെങ്കിലും പറയുമോ? പറയില്ല. കിങ്ഡം കൾച്ചറാ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ ആണോ? കിങ്ഡം കൾച്ചർ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, യുദ്ധം ചെയ്യുന്നവരല്ല ഭാഗ്യവാന്മാർ. കിങ്ഡം കൾച്ചർ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കിങ്ഡം കൾച്ചർ. ഹൃദയശുദ്ധിയുള്ളവര്, തോന്നിമാതിരി നടക്കുന്നവരല്ല. കിങ്ഡം കൾച്ചർ. സമാധാനം ഉണ്ടാക്കുന്നവര്, വഴക്കാളികളല്ല. അത് ലോകത്തിന്റെ കൾച്ചറാ. കിങ്ഡം കൾച്ചർ. ഞാൻ നോക്കി ഗിരിപ്രഭാഷണത്തിൽ മുഴുവൻ ഞാൻ നോക്കിയെണ്ണേ, യേശു കർത്താവിൻ്റെ വാക്കുകൾക്ക് വലിയ വിശദീകരണമുണ്ട്. ഞാനവിടെ നോക്കിയപ്പോൾ കണ്ട 1-2 കൊച്ചു കാര്യങ്ങൾ ഞാൻ പറയാം. ആ കിങ്ഡം കൾച്ചറിൽ നിങ്ങൾ പിന്നെ പോയി വായിക്കണം. യേശു കർത്താവ് അക്കാലത്ത് നിലനിന്നിരുന്ന മതത്തെയും വിധിച്ചു. യഹൂദ മതമുണ്ടായിരുന്നു. കർത്താവ് പറഞ്ഞ അവരെക്കാൾ നിങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കണമെന്നാണ്. നമ്മൾ ഈ പെന്തിക്കോസി കാണുന്ന എല്ലാം അതുപോലെ ഒന്നും കോപ്പി ചെയ്യേണ്ടെന്നും കൂടെ അതിൻ്റെ അർത്ഥം. നിങ്ങൾ പിന്നെ വായിച്ചു നോക്കണം. മത്തായി 5:22, 27, 28, 31, 32, 33, 39, 44 പിതാക്കന്മാരോട് അരുളിച്ച്, പൂർവന്മാരോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. മതമാ മക്കളേത്? നമ്മൾ ഈ പെന്തിക്കോസിൽ പല ആളുകളും മതത്തിലായിപ്പം. ഞാനോ നിങ്ങളോട് പറയുന്നത് ഡിഫറൻ്റാ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഞാനോ നിങ്ങളോട് പറയുന്നത്. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കണം ഈ പദപ്രയോഗങ്ങൾ. അതെ, വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ പൂർവന്മാരോട്. ഞാനോ നിങ്ങളോട് പറയുന്നത്. അവര് പറയുന്ന ക്രിയ ചെയ്തോന്നായ. യേശു കർത്താവ് പറയാം, നിന്റെ ഹൃദയത്തിൽ മോഹത്തോടുകൂടി സ്ത്രീയെ നോക്കിയാൽ നിന്റെ ഹൃദയം കൊണ്ട് നീ പാപം ചെയ്തു. അവിടെയെല്ലാം ഞാൻ കാണുന്നത് ഒരു ഡിഫറൻറ്റ് കൾച്ചറാ യേശു കർത്താവ് പറയുന്നത്. അല്ല, നമ്മൾ ഇന്ന് പോകുന്ന കൾച്ചറല്ല. ഇനി എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുക. ഇത് നിങ്ങൾ പിന്നെ പോയി വായിക്കണം. 3 ഗ്രൂപ്പുകാരെ പോലെ ആകരുതെന്ന് കർത്താവ് പറയുന്നുണ്ട് ഈ വേദഭാഗം, ഈ പുസ്തകത്തിൽ തന്നെ, ഈ അധ്യായങ്ങളിൽ തന്നെ. 5:20 പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ നീതി. അവരുടെ എന്താ പ്രത്യേകത എന്നാ? നമ്മൾ പാസ്റ്റർമാരെ പോലെ കുമ്പളങ്ങ മുഖം. ഇവർ നല്ലൊരു ഭാഗം പേരും അല്ലാതൊക്കെയുള്ളവരാ. ഇവിടെ ഒരാളുണ്ട് പാസ്റ്റർ, ഞങ്ങളതുകൊണ്ട് അംഗീകരിച്ചിരിക്കുന്നു. പാസ്റ്റർമാർക്കെല്ലാം കുമ്പളങ്ങ മുഖം. പണ്ട് പെന്തിക്കോസിൽ പിള്ളേരുമെല്ലാം ഈ മീശ വെച്ച് കഴിഞ്ഞാൽ വലിയ പാപമായിരുന്നു. ഒരു വലിയ പഴയ സഭയിൽ 16 വയസ്സുള്ളൊരു പയ്യന് സൺഡേ സ്കൂളിന് ചെന്നു. അന്ന് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, പേര് ഞാൻ പറയത്തില്ല, പുള്ളി അസംബ്ലി സ്കൂളിൽ ശുശ്രൂഷകനായിപ്പം പറഞ്ഞു, സജിയുടെ മീശ പഠിക്കാൻ നമ്മളിന്നൊരു സ്തോത്ര കാഴ്ച എടുക്കുന്നു. ആ സൺഡേ സ്കൂളിൽ പിന്നെ കയറിയിട്ടില്ല. കാലപ്പഴക്കത്തിൽ മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ്.
നമ്മൾ പരീശന്മാരുടെ കൂട്ടെ പുറമേയുള്ള കണ്ടില്ലേ വെള്ളവസ്ത്രം. എനിക്ക് സാറിന് കളറാണ് ഇഷ്ടം, പിന്നെ ഇവരൊക്കെ ഞാൻ പാവിയാണെന്ന് വിചാരിക്കും, അതുകൊണ്ട് ഇങ്ങനെ വന്നത്. അരക്കൈയിട്ടുണ്ടൊക്കെ നടക്കുന്ന ആളാണ്. എന്നാലും ഞാൻ വിചാരിച്ചു സമൂഹം ഇടുന്ന സമ്മർദ്ദത്തിന് അവരൊക്കെ പറയുന്ന അനുസരിച്ച് ജീവിക്കാം. നമ്മളെന്തൊരു അഭിനയമാണെന്നറിയാമോ? വസ്ത്രങ്ങളുടെ വീതി കൂട്ടുക, തൊങ്ങൽ കൂട്ടുക, വഴിയിൽ നിന്ന് പ്രാർത്ഥിക്കുക, ചതകുപ്പ ജീരകം എല്ലാത്തിനും ദശാംശം കൊടുക്കുക, കൃത്യം ഉപവസിക്കുക. കർത്താവ് പറയാ, അവരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തില് കടക്കത്തില്ല. ബന്ധുക്കൂസുകാർ പറയുന്നത് സ്നാനപ്പെട്ടില്ലെങ്കിൽ കടക്കത്തില്ലെന്നാ. തിരുവെഴുത്ത് പറയുന്നത് മക്കളതെ ശിശുക്കളെ പോലെ തിരിഞ്ഞു വരുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ആമേനാമേൻ എന്നോട് പറയുന്നു, ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. പൗലൂസ് പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവരാരും ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഒറ്റവാക്യം മാത്രം പറഞ്ഞാൽ ഒക്കില്ല. കർത്താവിന് സ്തോത്രം. എന്ത് പറ്റിയെന്നറിയാം? എക്സ്റ്റേണലൈസിങ് ഓഫ് റിലിജിയൻ. മതത്തിന് ബാഹ്യമായ രൂപവും ഭാവവും കൊടുത്തു, അകത്തൊന്നുമില്ല, പൊള്ളയാ. രണ്ട് വിശദീകരിക്കാനൊക്കില്ല. കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ ആകരുത്. 6:2-5 കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ഉദാഹരണം പറയാം. യേശാവും യാക്കോബും, യേശാവിനോട് അപ്പൻ പറഞ്ഞ, മോനെ, അപ്പൻ ഒത്തിരി പ്രായമായി, നീ എനിക്ക് നല്ല വേട്ടയിറച്ചി കൊണ്ടു, അങ്ങനെ ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യാക്കോബ്, ഒരാൾ പപ്പായുടെ മോനും ഒരാൾ മമ്മിയുടെ മോനും ആണല്ലോ ആ വീട്ടിൽ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ കാണുമായിരിക്കും. മമ്മി പറഞ്ഞു, മോനെ, ദേ അപ്പം പറഞ്ഞിട്ടുണ്ട് മൂത്തവനോട് അവനെ അനുഗ്രഹിക്കാമെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് നല്ല ആട്ടിറച്ചിയൊക്കെ ഉണ്ടാക്കി നന്നായി. അപ്പം അവൻ പറഞ്ഞു, യോ അമ്മേ, യോ എൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ യേശാവ് അല്ല യാക്കോബാണെന്ന് അപ്പന് മനസ്സിലായി. കുഴപ്പമില്ലടാ, ഞാനതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ചുരുക്കട്ടെ, യേശാവ് പോയിരിക്കുക വേട്ടയ്ക്ക്. പക്ഷേ യാക്കോബ് ഇറച്ചിയാട്ടി ചെന്നു. ആദ്യം പറയാം, അപ്പാ, എന്തൊരു ഭക്തി, അപ്പാ, മകനെ, അപ്പാ, എൻ്റെ വേട്ട ഇറച്ചി ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. മകനെ, ഇത്ര വേഗം നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഓ, മറുപടി, സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ ദൈവമായ കർത്താവ് സ്തോത്രം സ്തോത്രം, എൻ്റെ പേർക്ക് സ്തോത്രം സ്തോത്രം വരുത്തി തന്നു. എങ്ങനെയുണ്ട്? ഈ മുഖം മൂടിയിട്ടുണ്ട് നടക്കണ്ട മേല. എൻ്റെ കർത്താവ് സത്യമാണ്. ഈ മുഖം മൂടിയൊന്നും വലിച്ചു കീറിക്കളയാനായിട്ട് അനുവദിക്കണം. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഒരു ഭക്തി വേണ്ട. കപടഭക്തിക്കാരെ, അവരുടെ പ്രാർത്ഥന, അവരുടെ ഉപവാസം എന്തിനാ? മറ്റുള്ളവർ കാണാനാട്ടാ. ഏറ്റവും അവസാനമായിട്ട് 3-ാമതായിട്ട് കർത്താവ് പറയുകയാണ്, അതെ, നിങ്ങൾ ജാതികൾക്ക് തുല്യരാകരുത്. 3-ാമത്തെ ഗ്രൂപ്പ് അതാ. അത് വിവരിക്കത്തില്ല. ജാതികൾ ചെയ്യുന്നതെന്നറിയോ? അവർ ജാതികൾ ജൽപ്പനം ചെയ്യുന്ന പോലെ, യേശുവേ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണം 101 പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന ദൈവത്തിൻ്റെ ഇരുമ്പ് കൈ എനിക്ക് അരക്കാൻ കഴിയും. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് നടന്നെന്നാ പറയണ്ട മേലാൽ, കർത്താവിൻ്റെ ദയ കൊണ്ട് നടന്നെന്നാ അവൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അവരുടെ തലയിൽ എപ്പോഴും എന്ത് തിന്നു, എന്ത് കുടിക്കുക, എന്തോ ഉടുക്കുക, ഇവിടുത്തെ കാര്യമാണ്. കർത്താവ് പറയും, ഈ വകയൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു, മുൻപേ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഇതേ നിർത്തുകയാണ്. 2 കൾച്ചേഴ്സാണ്. അതും കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുക. ഒന്ന് റോക്ക് കൾച്ചറും മറ്റേത് സാൻഡ് കൾച്ചറും. ഒന്ന് പാറയുടെ മുകളിൽ പണിയുന്ന കൾച്ചർ. ഞാൻ പറയുന്നത് മത്തായി 7-ന്റെ അവസാനം 2 ഫൗണ്ടേഷൻസോ 2 കെട്ടിടങ്ങളുണ്ടല്ലോ പണിയുന്നത്, വിവരിക്കത്തില്ല. ഒന്ന് മണലിൽ മേൽ വീട് പണിതു, മറ്റത് പാറമേൽ വീട് പണിതു. ഒന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ, ഞാനോ നിങ്ങളോട് പറയുന്നത്. മറ്റത് മനുഷ്യൻ്റെ സംസ്കാരം, മനുഷ്യൻ്റെ മതം. അതേ, ഒരിടത്ത് വയലൻസ് എന്താണെന്നറിയാമോ? ഒരു ഭാഗത്ത് ആക്രമണമാണ്, ശത്രുതയാണ്. അതിന് പകരം കർത്താവ് പറയുന്നത്, നിന്റെ സഹോദരനോട് വഴിയിൽ വെച്ച് നേരുന്ന റിക്കൺസിലിയേഷൻ. ഒരു ഭാഗത്ത് അസന്മാർഗികത, ഇമ്മൊറാലിറ്റി, മറുഭാഗത്ത് പ്യൂരിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ പരിശുദ്ധി. ഒരു ഭാഗത്ത് കുടുംബത്തിൻ്റെ തകർച്ച, മറുഭാഗത്ത് സ്നേഹവും ഐക്യതയും. ഒരു ഭാഗത്ത് സത്യം, മറുഭാഗത്ത് വ്യാജം. ഒരു ഭാഗത്ത് അതേ മറ്റുള്ളവരുടെ കാണിക്കാനായിട്ടുള്ള ദാനധർമ്മങ്ങളും ഭക്തിയും ഉപവാസവും. പക്ഷേ കർത്താവ് പറയുന്നത് എന്നറിയാമോ? അവൻ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് അവന് നോക്കുന്നത്.
ഒരു ഭാഗത്ത് പ്രാർത്ഥന അംഗീകാരത്തിന് വേണ്ടി, മറ്റത് ദൈവത്തോടുള്ള ബന്ധമുള്ളത് കൊണ്ട്. ഒന്ന് കർമാചാരങ്ങളിലുള്ള പ്രാർത്ഥന, മറ്റത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള പ്രാർത്ഥന. അതെ, ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഒരു ഭാഗത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക, മറുഭാഗത്ത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അവർക്ക് തുല്യരാകരുത്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളെ പോലെ ആകരുത്. അതിന് പകരം യു ഷാൽ ബി ഡിഫറൻറ്റ്. ഞാൻ നിർത്തുന്നെന്ന് പല പ്രാവശ്യം പറഞ്ഞല്ലോ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. എൻ്റെയും നിങ്ങളുടെ റോൾ എന്താണെന്ന് അറിയണം. ഫ്രണ്ട്സ് എല്ലാം ചീഞ്ഞു നാറുന്നവരായിരിക്കും മക്കളെ, പക്ഷേ ചീഞ്ഞഴുകുന്ന മാംസത്തിൻ്റെ ചീയൽ മാറ്റണോ? പുട്ട് ദ സോൾട്ട്. വേർപെട്ടങ്ങ് ചർച്ചയിരിക്കല്ല, ചർച്ച പോയിക്കോ. ആ സമൂഹത്തിൽ എൻ്റെയും നിങ്ങളുടെയും പ്രസൻസ് ഉണ്ടെങ്കിൽ മനുഷ്യന് തിന്മ ചെയ്യാൻ പേടി വരും. രണ്ടാമത്തെ പറയും, നിങ്ങൾ ലോകത്തിൻ്റെ മുഴുവൻ, ഒരു മുറിക്കകത്ത് മുഴുവൻ ഇരുട്ട, കൊച്ചൊരു മെഴുകുതിരി മതി. നീ ആ മെഴുകുതിരി. യു ആർ ദ സോൾട്ട്, യു ആർ ദി ലൈറ്റ്. അവരെ പോലെ ആകണ്ട, പക്ഷെ നീ ഉപ്പാകണം, നീ വെളിച്ചമാകണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.